ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും കൂടി പ്രകാശന്റെ കാര്യമൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് പിരിയാണ്. പിന്നീടാണെങ്കിലോ ലോക്കപ്പിൽ കിടക്കുന്ന പ്രകാശനെ കാണിക്കുക. അങ്ങോട്ടേക്ക് 2-3 പോലീസുകാർ വന്നു. എന്താ സാറേ പ്രശ്നമെന്ന് ചോദിച്ച് പ്രകാശം പതുക്കെ എഴുന്നേറ്റു. അതിനുശേഷമാണെങ്കിലോ പ്രശ്നം എന്താണെന്ന് നിനക്ക് ഇപ്പോഴും പിടികിട്ടിയില്ല അല്ലേ? എടാ, നീ ഡിവൈഎസ്പിയുടെ വീട്ടിൽ കയറിയാ കളിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടാണ്ടിരിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ 2-3 പോലീസുകാർ ചേർന്ന് നമ്മുടെ പ്രകാശനെ കുനിച്ചു നിർത്തി മുതുകു നോക്കി നല്ല ഇടി വെച്ച് കൊടുക്കുക. പ്രകാശൻ ഇടിയൊക്കെ കൊണ്ട് അവശനായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോഴും പ്രകാശൻ ചിന്തിക്കുന്നുണ്ട്, തനിക്കിതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലായിരുന്നു, ആ ബാലനാണ് ചതിച്ചത്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കാർത്തിക സ്റ്റേഷനിലെത്തി. ഡിവൈഎസ്പിയുടെ മുന്നിലെത്തിയ കാർത്തികയാണെങ്കിലോ, സാറേ ലക്ഷ്മി ആൻറ്റി വിളിച്ച് സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അവൾ വിളിച്ച് പറഞ്ഞതുകൊണ്ട് 2 അടി കൂടുതൽ പ്രകാശന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മോളുടെയും മോളുടെ അമ്മയുടെയും കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇവനെ ഉണ്ടല്ലോ ഇവിടെ ഇട്ട് പൂട്ടിയാലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. വേണ്ട സാറേ, ഞാനും എൻ്റെ അമ്മയും ചേർന്ന് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ അനുഭവിക്കണമെങ്കിൽ അയാൾ ജയിലിൽ കിടന്നാൽ പറ്റത്തില്ല. അയാളെ പുറത്ത് കിട്ടണം. അയാൾ അവിടെ വെച്ച് വേണം എല്ലാം അനുഭവിക്കാനായിട്ട്. അയാളുടെ വാർദ്ധക്യം മുഴുവനും നരകതുല്യമായി തീരണം സാറേ. അങ്ങനെയാണ് ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും കുട്ടി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്. ദേ അവനെ ഇപ്പോഴും എൻ്റെ പോലീസുകാർ കൈകാര്യം ചെയ്തെത്തി ഇങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് സാർ എല്ലാ വിവരങ്ങളും കാർത്തിയോട് സംസാരിക്കുക. സാറേ, സാറിൻ്റെ വീടിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് തരാട്ടോ. നിങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. എന്തായാലും ദേ ഇപ്പം വേണമെങ്കിൽ അവനെ വിളിച്ചോണ്ട് പോവാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ കേസും ചാർജ് ചെയ്തിട്ടില്ല. ഇനി അവനെങ്ങാനും ആരെങ്കിലും ശല്യം ചെയ്തു എന്നറിഞ്ഞാൽ ഇതുപോലെ എൻ്റെ അടുത്തേക്ക് വിട്ടാൽ മതി. കുറച്ചു കാലം എന്തായാലും ഞാനിവിടെ ഉണ്ടാവും. മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന് കൂടി ഡിവൈഎസ്പി നമ്മുടെ കാർത്തികയ്ക്ക് ഉറപ്പ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങേരെ പോയിന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് കാർത്തിക സാറിനോട് അനുവാദം ചോദിച്ച് നേരെ പ്രകാശന്റെ അടുത്തേക്ക് വരിക. കാർത്തികയെ കണ്ട പ്രകാശനാണെങ്കിലോ അയ്യോ വലിയ സങ്കടത്തിൽ ദയനീയമായിട്ട് നമ്മുടെ കാർത്തികയെ നോക്കി. മോളെ, അച്ഛനോട് ക്ഷമിക്കണം മോളെ. അച്ഛ, ശരിക്കും എന്താ സംഭവിച്ചത്? അച്ഛനെങ്ങനെയാ ലോക്കപ്പിലായത്? എൻ്റെ പൊന്നു മോളെ, എല്ലാം ഒപ്പിച്ചത് ആ ബാലണ്ണനാണ്. അയാള് മോളും അതുപോലെ ആ ഡിവൈഎസ്പിയുടെ ഭാര്യ ലക്ഷ്മിയും കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ മോളുടെ അമ്മയായിരിക്കും, ആ ലക്ഷ്മി ആയിരിക്കും അതെന്നും പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു മോളെ. അങ്ങനെ ലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലക്ഷ്മിയുടെ വീട്ടിൽ ചെന്നത്. എന്തായാലും എൻ്റെ അച്ഛൻ എന്ത് ചതിയാ കാണിച്ചത്. ഇപ്പം തന്നെ ആ സാറിൻ്റെ അടുത്ത് ഞാൻ എന്തോരം സംസാരിച്ചിട്ടാ സാറൊന്ന് അച്ഛനെ ഇറക്കാനായിട്ട് തയ്യാറായത്. അങ്ങനെയാണെങ്കിലും മോളെ എനിക്കിവിടുന്ന് ഇറങ്ങാവോ? ഇറങ്ങാ അച്ഛാ, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചവന്മാരെയൊന്നും ഞാൻ വെറുതെ വിടില്ല. എൻ്റെ അച്ഛൻ്റെ നേരെ ഉണ്ടല്ലോ നീയൊക്കെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ കാർത്തിക പകരം ചോദിക്കുമെന്നും പറഞ്ഞ് അടുത്ത് നിന്ന പോലീസുകാരനെ നമ്മുടെ കാർത്തിക ഒന്ന് വിരട്ടി. അപ്പോൾ കാർത്തികയുടെ ഈ വിരട്ടലും കാർത്തികയും ഡിവൈഎസ്പിയും കൂടെ കൈയാണെന്നുള്ള കാര്യമൊക്കെ ആ പോലീസിന് അറിയാവുന്ന കൊണ്ട് തന്നെ അയാൾ ഒരക്ഷരം പോലും മിണ്ടാണ്ട് ഇവള് പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. പ്രകാശനാണെങ്കിൽ മോളെ ഇനി എന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊക്കെ മോളുടെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വലിയ വിഷമമാവില്ലേ? വിഷമാവുക വെച്ചാൽ അച്ഛനെ എല്ലാവരും കൂടി ചേർന്ന് നല്ലതുപോലെ ഇടിച്ചല്ലേ? അതെ മോളെ, ഇനി എൻ്റെ ശരീരത്തിൽ ചതയാനായിട്ട് വേറെ ഒരിടവും ബാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ വളരെ ദയനീയമായിട്ട് ആ ലോക്കപ്പിൽ അങ്ങനെ കിടക്കുക. അങ്ങനെയാണെങ്കിൽ സാറേ, എൻ്റെ അച്ഛനെ ഇപ്പം തന്നെ ഇറക്കി വിടണം. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അച്ഛൻ അങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് കാർത്തിക പുറത്തേക്ക് പോവുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയും ഭയങ്കരമായിട്ട് പൂജാമുറിയിലൊക്കെ കയറി ഭക്തി മൂത്തിട്ടാണ്. അമ്മ എന്താണെന്നൊക്കെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈശ്വരന്മാരെ കൂട്ട് വിളിക്കുക. അപ്പം അകത്ത് കയറി ഭയങ്കര പ്രാർത്ഥന. ഈശ്വര, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എൻ്റെ അമ്മ തന്നെ ആയിരിക്കണേ, എൻ്റെ ശാരിയുടെ മോള് തന്നെ ആയിരിക്കണേ ഞാനെന്ന് അവൾ പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതും ശാരിയുടെ മുന്നിലേക്ക് ശാരി ചോദിച്ചു, എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എനിക്കെന്താ ടെൻഷൻ? എനിക്ക് ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ 2 പേരും കൂടി ഉണ്ടാക്കി വെക്കുന്ന തലവേദന, അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ടെൻഷനായിട്ട്. എന്തായാലും അച്ഛനും അമ്മയും ഇത്രയും കാലം എന്നെ പറ്റിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ശാരിയോട് പറഞ്ഞതും ശാരിക്ക് എന്തൊക്കെയോ ചില ഡൗട്ട് അടിക്കുകയാണ്. മോളെ, ഒരിക്കലും നിന്റെ ജീവിതം നശിക്കാനായിട്ട് അച്ഛനും അമ്മയും ഒരു കാര്യവും ചെയ്യില്ല.
ദേ ആ കാര്യം നിങ്ങൾ ഇവിടെ മിണ്ടിപ്പോകരുത്. എൻ്റെ കുഞ്ഞിനെ പിച്ചക്കാരൻ എടുത്തു കൊടുത്തത് അമ്മയാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇത്രയും കാലവും എൻ്റെയും മനുവേട്ടൻ്റെയും കൂടെ അമേരിക്കയിലേക്ക് പോകണമെന്നും പറഞ്ഞായിരുന്നല്ലോ അമ്മ ഇന്ന് കയറ് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നില്ലേ? ഇപ്പം എൻ്റെ മനുവേട്ടനെ അമ്മയ്ക്ക് കണ്ടുകൂടാ. ആ മനുഷ്യനും കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ രണ്ട് വട്ടൻ്റെയും വട്ടത്തിയുടെയും കൂടെ നിന്ന് എനിക്ക് കൂടി വട്ട് പിടിച്ചേനെ. എന്തായാലും ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോവാ. പുറത്തേക്ക് പോകുന്ന സമയം എൻ്റെ കുഞ്ഞിനെ ഭദ്രമായിട്ട് നോക്കിക്കോണമെന്ന് ശാരിയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ മോൾക്ക് എന്നെ സംശയമാണെങ്കിൽ മോള് പുറത്തേക്ക് പോകുമ്പോൾ മോളുടെ കുഞ്ഞിനെ കൂടി മോൾ എടുത്തോണ്ട് പോയിക്കോ. ദേ നിങ്ങളോട് ഞാൻ പറഞ്ഞു എൻ്റെ സ്വഭാവം മാറ്റരുതെന്ന്. ഞാൻ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോളാം. ഞാൻ എൻ്റെ മനുവേട്ടനെയും കുഞ്ഞിനെയും കൂടി കൂട്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയിക്കോളാം. ആ സമയം ഉണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് തമ്മി തല്ലി ചത്തുപോയിക്കോ. ഇനി അമേരിക്കയിൽ പോയിട്ട് വല്ലപ്പോഴും മോളെയും കൊച്ചുമോളെയും ഒക്കെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ വല്ല ഫോട്ടോയും അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവൾ കട്ട കലിപ്പിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയവും നമ്മുടെ സരയുൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ തന്നെ ആയിരിക്കണേ ഈശ്വര എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ സരയും അവളുടെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് വരികയാണ്. കാറിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം അങ്ങ് നടന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് ചെയ്യുന്നു. എടി എന്തായി റിസൾട്ട്? എടി നീ എന്തായാലും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നീ ഇപ്പം നിന്റെ കൂട്ടുകാരിയുടെ കേസാണല്ലോ ഇവിടെ സംസാരിച്ചത്. അവൾക്ക് അവളുടെ അച്ഛനെ ധൈര്യമായിട്ട് അച്ഛാന്ന് വിളിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടതും സരയുന് നല്ല സന്തോഷമായിട്ടോ. ബഗാസുരനാണ് തൻ്റെ അച്ഛനെന്നുള്ള കാര്യം ഉറപ്പിച്ചു സരയും. അതിനുശേഷം അപ്പം അമ്മയുടെ കാര്യം എങ്ങനെയാ? എടി മോളെ, അതിലാണ് ഒരു പ്രശ്നമുള്ളത്. അമ്മയുടെ കാര്യം ആ അമ്മയല്ലടി അവളുടെ യഥാർത്ഥ അമ്മ. അത് കേൾക്കുന്ന സമയം സരയുൻ്റെ ആ ഒരു സമനില തെറ്റുന്ന അവസ്ഥയിലായി. സരയു ആണെങ്കിലും മൊത്തത്തിൽ ഷോക്കായി നിൽക്കുക. അപ്പം ഇത്രയും കാലവും അവൾ അമ്മയെന്ന് വിളിച്ചത് അവളുടെ അമ്മയല്ല അല്ലേ? നീ എന്താ സരയു ഇങ്ങനെ ഇമോഷണൽ ആവുന്നതെന്ന് ചോദിച്ച് കൂട്ടുകാരി സരയുനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യം പറയും, ഇത് നിന്റെ കേസെങ്ങാനും ആണോ? നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമാണോ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നത്? നിനക്ക് എന്തൊക്കെയോ ചില ടെൻഷൻ ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കൂട്ടുകാരി ചോദിച്ചിട്ടും നമ്മുടെ സരയു ഒരക്ഷരം പോലും മറത്തു വിട്ടും പറയുന്നില്ല. അങ്ങനെ സരയു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് കിളി പോയ പോലെ ആ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം കൂട്ടുകാരി ആലോചിക്കുന്നുണ്ട്, അവളുടെ തന്നെ ജീവിതമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഇത്രയും സങ്കടം വരേണ്ട ആവശ്യമില്ലല്ലോ, ഇവളെന്താ വണ്ടി കയറാതെ നടന്നു പോകുന്നതെന്ന് അവൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സരയു തെക്കും വടക്കും ഒന്നും അറിയാണ്ട് ചുമ്മാ അങ്ങ് നടന്നു പോവുകയാണ് റോഡിലൂടെ. ഒരു സമനില തെറ്റിയ അവസ്ഥയിൽ നമ്മുടെ സരയു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവൾ ഒരു വണ്ടിക്ക് വന്ന് വട്ടം ചാടുക. വണ്ടിക്കാരനാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് സരയുടെ അടുത്ത് വന്നു. ഡി, നിനക്ക് ചാകാനാണെങ്കിലേ എൻ്റെ വണ്ടിയെ കണ്ടുള്ളൂ, എൻ്റെ വണ്ടിയുടെ മുന്നിലാണോ നീ വന്ന് നിന്നത്? ഡി, എനിക്ക് കേസ് പറയാനും സമാധാനം പറയാനും ഒന്നും സമയമില്ല. വീട്ടുകാരോട് പറഞ്ഞിട്ടാണോ മോൾ എങ്ങോട്ട് ഇറങ്ങിയത്? ദേ പാലത്തിലല്ലേ നിൽക്കുന്നത്. ഇനിയിപ്പം നിനക്ക് ചാകാനാണെങ്കിൽ ഈ പാലത്തിൽ നിന്നെടുത്ത് വെള്ളത്തിലേക്ക് ചാടിയ പോരെ, എന്തിനാടി എൻ്റെ വണ്ടിക്ക് മുന്നിൽ വന്ന് അടവെക്കുന്നതെന്ന് അവൻ ദേഷ്യപ്പെട്ട് ചോദിച്ചതും സരയു അവിടെ ഭ്രാന്തി എങ്ങനെയാണോ, ഒരു ഭ്രാന്തായ വ്യക്തി എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആ ചെറുക്കൻ്റെ ഷർട്ടിനിങ്ങ് കുത്തിപ്പിടിച്ചു. എടാ നീ എന്താടാ പറഞ്ഞത്? നീ എന്നെ എന്താടാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ പിടിയും വലിയായി. ഇതൊക്കെ കണ്ടു നിന്ന കുറച്ച് നാട്ടുകാരങ്ങോട്ട് വന്നു. അവർ വന്നിട്ടാണെങ്കിലോ, എടി പെങ്കൊച്ച്, നിന്റെ ഭാഗത്താ തെറ്റ്, നീയാണ് റോങ് ആയിട്ട് വന്ന് അവൻ്റെ വണ്ടിക്ക് വട്ടം നിന്നത്, അതുകൊണ്ട് മോളങ്ങ് മാറി നിന്നേ. ദേ എന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സരയു ആകെ മൊത്തം വയലൻ്റായി അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. അവളുടെ മനസ്സിൽ മുഴുവനും അച്ഛനെയും അമ്മയും കുറിച്ചിട്ടുള്ള ആ ചിന്തകളാണ്. അങ്ങനെ സരയു അവിടെ ഒരു ഭ്രാന്തിയായിട്ട് അങ്ങനെ തകർത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ശാരിയെ കാണിക്കുക. മോള് പോയിട്ട് അധികം സമയമായല്ലോ, മോൾ എന്താ വരാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുക ശാരിയുടെ ഇരിപ്പൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ബഗാസുരൻ അങ്ങോട്ട് വരിക. അയാൾ വന്നിട്ട് ചോദിച്ചു, എന്താ ശാരി നീ ഇത്ര ആലോചിച്ചിരിക്കുന്നത്? അതെ, മോൾ ഇവിടുന്ന് പോയിട്ട് കുറേ സമയമായി, ഇത്രയും നേരമായിട്ടും മോൾ ഇതുവരെ ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഇനി അവളെങ്ങാനും മനുവിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന് ദൈവത്തിനറിയാമെന്നും പറഞ്ഞ് ശാരി ഇങ്ങനെ വലിയ വിഷമത്തോടു കൂടി പറയുക. മനുവിനെ കുറിച്ചാണ് അറിഞ്ഞതെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും എൻ്റെ മോളുടെ അടുത്ത്. ദേ ഇപ്പം പറ്റിയ സമയമാണ് ശാരി, നമുക്ക് രണ്ടുപേർക്കും കൂടി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കളഞ്ഞാലോ എന്ന് ചോദിച്ചു.
മനുഷ്യ, നിങ്ങൾ മര്യാദക്ക് നിൽക്കുന്നതായിരിക്കും തനിക്ക് നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്നാള് തൻ്റെ തലമണ്ട തല്ലി പൊളിച്ചതുപോലെ ഇനിയും ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞ് ശാരി നമ്മുടെ ബഗാസുരൻ്റെ നേരെ ഇങ്ങനെ കൈ ഓങ്ങി ചെല്ലുക. ബഗാസുരനൊരു പൊടി പിന്നോട്ട് മാറിയിട്ട്, ശാരി, ഈ സമയം നീ എൻ്റെ കൂടെ നിൽക്കേണ്ടതാ. എടോ, ഞാൻ ആരുടെയും കൂടെ നിൽക്കുന്നില്ല. ഞാനാണ് ശരിക്കും ഈ വീട്ടിൽ അന്യ. എനിക്ക് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ആരും ഇല്ല. താനും താരയും കൂടിയുള്ള അവിഹിത ബന്ധത്തിൽ ഉണ്ടായ കൊച്ചാണ് സറിയോന്ന് അറിയാൻ പോലും ഞാൻ വൈകി പോയില്ലടോ. താൻ നല്ല പ്രായത്തിലേ എന്നെ പറ്റിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാൾ വയസ്സാങ്കാലത്ത് എൻ്റെ ഒപ്പം നിൽക്കണമെന്നും പറഞ്ഞ് ഇപ്പൊ കെഞ്ചി വരികയാണെന്നൊക്കെ പറഞ്ഞു ശാരിയുള്ള ദേഷ്യം മുഴുവനും ബഗാസുരന്റെ അടുത്ത് തീർത്തുകൊണ്ടിരിക്കുക. ബഗാസുരന് ഒരു അക്ഷരം മിണ്ടാണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഇനി എന്ത് ചെയ്യും? മകള് സത്യങ്ങളെങ്ങാനും അറിഞ്ഞോ എന്നുള്ള ഒരു ഭയം ബഗാസുരനുണ്ട്. അവളെ മനുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മനു ഉറപ്പായിട്ടും ഞാൻ അവളുടെ അമ്മയല്ല എന്നുള്ള സത്യം കൂടി അവളോട് വെളിപ്പെടുത്തും. അതുകൂടി ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ. നിങ്ങളെപ്പോലെ ഉള്ള ഒരുത്തൻ എൻ്റെ തലയിലായല്ലോ ഭഗവാനെ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക ഞാൻ. താൻ മര്യാദക്കല്ലെങ്കിൽ ഉണ്ടല്ലോ തന്നെ ഞാൻ കൊല്ലൂടോ എന്നൊക്കെ പറഞ്ഞ് ശാരി കല്ല് കയറി ബഗാസുരന്റെ കഴുത്തിന് ഞെക്കാൻ ചെല്ലുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ സരിയു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാം. നെക്സ്റ്റ് വീക്ക് പ്രമോ ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക്